ബഹുഭാരിത്വവും ബഹുഭർത്തൃത്വവുമൊക്കെയാണ് നിയമങ്ങൾക്ക് എതിരാണ്. എന്നാൽ ഹട്ടി സമുദായത്തിൽപ്പെട്ടവർക്ക് ഇത് യഥാർത്ഥത്തിൽ ദാരിദ്ര്യത്തെ മറികടക്കാനുള്ള പരമ്പരാഗത ഭൂമി വെട്ടിക്കുറയ്ക്കാനുമുള്ള ഒരേയൊരു മാർഗം മാത്രമാണ്. അടുത്തിടെ ഹട്ടി സമുദായത്തിന് പട്ടികവർഗ പദവി ലഭിക്കുകയുണ്ടായി. ദ്രൗപദി എന്നും ജോഡിദാരൻ എന്നും അറിയപ്പെടുന്ന ഈ ബഹുഭർത്തൃത്വ സമ്പ്രദായം ഇങ്ങനെയൊരു പദവി ലഭിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്നാണ് സമുദായ നേതാക്കളെല്ലാം തന്നെ അഭിപ്രായപ്പെടുന്നത്. 13,000 ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ട്രാൻസ്ഗിരി മേഖലയിൽ ആകെ 154 പഞ്ചായത്തുകളാണ് നിലനിൽക്കുന്നത്. ഇവയിൽ കൂടുതലും 147 ഹട്ടി സമുദായത്തിൽപ്പെട്ടവരാണ് വസിക്കുന്നത്. ഹട്ടി സമുദായത്തിലാണ് ഈ രീതി ഏറെ പ്രബലമായി നിൽക്കുന്നത്. ഹിമാലയത്തിന്റെ ഏറ്റവും താഴെ ഭാഗത്തുള്ള മറ്റു ചില സമുദായങ്ങളും ഈ ബഹുഭർത്തൃത്വ സമ്പ്രദായം പിന്തുടരുകയും ചെയ്യുന്നുണ്ട്. പാണ്ഡവരെ ഒരുമിച്ച് നിർത്തുകയും കൗരവരെ നേരിടാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്ത ദ്രൗപദിയുടെ ഇച്ഛാശക്തിയിൽ വേരൂന്നിയ പാരമ്പര്യമെന്നാണ് ഹട്ടി സമുദായങ്ങൾ അഭിപ്രായപ്പെടുന്നത്. പക്ഷേ ഇതിനപ്പുറം പട്ടിണി കൂടാതെ ജീവിക്കാനുള്ള അവസരമാണ് ഇവർക്ക് ഈ ജീവിത രീതി കൂടുതലും നൽകുന്നത്. ഒന്നിലധികം സഹോദരന്മാരുള്ള ദരിദ്ര കുടുംബങ്ങളിൽ ഓരോരുത്തരും വെവ്വേറെ ഭാര്യമാരെ സ്വീകരിച്ചാൽ ഭൂമിയിൽ ചെറിയൊരു പങ്ക് മാത്രമായിരിക്കും അവകാശമായി ലഭിക്കുക. ഫലമോ അതിൽ നിന്നും ജീവിക്കാനുള്ള വക കണ്ടെത്താനാവാതെ മുഴു പട്ടിണിയിലായി നിരവധി കുടുംബങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. എന്നാൽ എല്ലാ സഹോദരന്മാർക്കും ചേർത്ത് ഒരു ഭാര്യയായാൽ ഇത്തരത്തിൽ ഭൂമി വിഭജിക്കപ്പെടേണ്ട ഈ പ്രതിസന്ധി സാഹചര്യം ഒഴിവാക്കാനും അതുപോലെ അതിലൂടെ ദാരിദ്ര്യത്തെ മറികടക്കാനും കഴിയും. ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് വെറും പാരമ്പര്യത്തിന്റെ കഥയല്ല,